ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത പരാജയമാണ് മഹാരാഷ്ട്രയിൽ BJP നയിക്കുന്ന NDA മുന്നണി നേരിട്ടത്. അതിന് തൊട്ടു പിന്നാലെ ദേവേന്ദ്ര ഫട്നാവിസ് RSS കാര്യാലയത്തിലെത്തി 90 മിനിറ്റ് നേരം RSSന്റെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെങ്കിൽ ഇന്നലെ RSS നേതൃത്വം മോഹൻ ഭാഗവത് നേരിട്ട് തന്നെ ദേവേന്ദ്ര ഫട്നാവിസിനെ നാഗപ്പൂരിലെ RSS കാര്യാലയത്തിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. നിർണായകമായ ചില ചർച്ചകൾ നടന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. 1 മണിക്കൂറോളം കൂടിക്കാഴ്ച നടന്നു. നേരത്തെ തന്നെ RSSന്റെ ചില ഉന്നത നേതാക്കൾ വ്യക്തമാക്കിയത് BJP മഹാരാഷ്ട്രയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ തക്ക രീതിയിലേക്ക് സംഘടനാ സംവിധാനം മാറ്റണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ BJPയുടെ മഹാരാഷ്ട്രയിലുള്ള ആ ഒരു സഖ്യത്തിനുള്ള വലിയ താല്പര്യം RSSനില്ല. പ്രത്യേകിച്ച് അജിത് പവാറിന്റെ NCPയോട് ശിവസേന പിളർത്തിയതിനോടും ഉദ്ധവ് താക്കറേക്ക് എതിരെ നടക്കുന്ന ആക്രമണങ്ങളോടും മറ്റുമൊന്നും RSSന് താല്പര്യമില്ല. ഈ ഇരുവിഭാഗം ശിവസേനകളെ ഒന്നിപ്പിക്കണമെന്നുള്ള RSSന്റെ ഒരു അജണ്ട തന്നെയാണ്. ഒപ്പം തന്നെ പഴയതുപോലെ ആ ഒറ്റയ്ക്കുള്ള ഒരു ശിവസേനയും BJP തമ്മിൽ അലയൻസായി മുൻപോട്ട് പോകണമെന്നാണ് RSSന്റെ ഉള്ളിലുള്ള ആഗ്രഹവും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം 4 മാസം മാത്രമേ ഉള്ളൂ. ആ 4 മാസത്തിനിടയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ കരുത്ത് നേടുക എന്ന് RSSന്റെ ഇന്നലെ നേതാക്കൾ പറഞ്ഞിരുന്നു. അതും ഇന്നലത്തെ ചർച്ചയിൽ ചർച്ചയായോ എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല. ഏതായാലും BJP ബൂത്ത് തലം മുതലുള്ള പ്രവർത്തനം ഉഷാറാക്കിയിട്ടുണ്ട് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനായി. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.